ആദ്യമായി ഞാൻ ചെയ്യാൻ പോകുന്നത് ലാൽ ജോസിനെയാണ്. അദ്ദേഹം അഴകിയ രാവണൻ പറഞ്ഞ സിനിമയിൽ ചെയ്തൊരു ഡയലോഗാണ്. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പറക്കി, ഇനി കൃഷ്ണൻകുട്ടിച്ചേട്ടൻ്റെ വീട് മാത്രമേ അരിച്ചു പറക്കാനുള്ളൂ. അദ്ദേഹം തന്നെ ഏഷ്യാനെറ്റിന്റെ പരസ്യത്തിൽ ചെയ്യുന്നൊരു ഡയലോഗ്. ചിലരുടെ ആവശ്യങ്ങൾ ചെറുതായിരിക്കാം, ചിലരുടെ ആവശ്യങ്ങൾ വലുതായിരിക്കാം. എല്ലാവരുടെയും ആവശ്യങ്ങൾക്കായിട്ട് ഏഷ്യാനെറ്റ് അവതരിപ്പിക്കുന്നു 5 രൂപയിൽ തുടങ്ങുന്ന പ്ലാനുകൾ. പിന്നെ അടുത്തായിട്ട് ഞാൻ വിനയ് ഫോർട്ട് പ്രേമം സിനിമയിൽ ചെയ്ത വിമൽ സാർ. ജാവ ഇറ്റ്സ് സിമ്പിൾ. ജാവ വളരെ സിമ്പിൾ ആണ്. ജാവ ഇറ്റ്സ് പവർഫുൾ. ഭയങ്കര പവർഫുൾ ആണ്. പിന്നെ സേഫ് ആണ്. എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കണു. എനിക്കും ഒന്നും പ്രത്യേകിച്ച് മനസ്സിലായില്ല. അപ്പൊ നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കടക്കാം. അടുത്തതായി നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറ്. എന്നമോ ഏതോ കാശ് വാങ്ങിയത് സരിത, കൂട്ടു നിന്നത് ജോപ്പൻ, പക്ഷെ പെട്ടുപോയത് ഞാൻ. അടുത്തതായി നമ്മുടെ മലയാള സിനിമയിലെ കൊച്ചു പ്രേമൻ. ഇവിടെ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വെക്കുന്നതിന് പകരം കുട്ടിയുണ്ട് മുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വെക്കുന്നതായിരിക്കും. അയ്യോ പട്ടി. അടുത്തതായി നമ്മുടെ ഈ അടുത്ത കാലത്തായി വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ കണ്ണാടി അവതരിപ്പിച്ച ഗോപകുമാർ സാർ. മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം. കണ്ണാടിയിലെ കത്തുകളിലേക്കാണ് കടക്കുന്നത്. ആദ്യമായി സുരേഷ് എഴുതിയ കത്തിലേക്ക് കടക്കാം. സുരേഷ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കണ്ണാടി അവതരിപ്പിക്കുന്ന ഗോപകുമാർ സാറിന് താടി പഠിക്കണം. അതിലേക്കായി ഒരു 50 രൂപയും അവൻ അയച്ചു തന്നിട്ടുണ്ട്. അത് അവൻ്റെ അപ്പൻ്റെ പേരിൽ ഞാൻ തിരിച്ചയക്കുന്നു. അടുത്തതായി നമ്മുടെ വെള്ളാപ്പള്ളി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത്. അതിപ്പോ ഏതാ ജാതി ഏതാ മതം ഞാനും സുകുമാരൻ നായരും കൂടി ചർച്ച ചെയ്യാം. അടുത്തതായി ബിന്ദു പണിക്കർ. എടാ സുരേഷ്, നിനക്കറിയോടാ ഞാൻ എന്റെ പിള്ളേരെ എങ്ങനെയാ വളർത്തിയെന്ന്? നിനക്കൊന്നറിയില്ലടാ. അടുത്തതായി ബിജുക്കുട്ടൻ ജോട്ടോമ്പയിൽ പറഞ്ഞ ഡയലോഗാണ്: ഈശ്വരന്മാരെ വെള്ളം തരുന്നോ, ഡ്രൈ അടിക്കേണ്ടി വരുമോ? ഇതോടുകൂടി എന്റെ പ്രകടനം ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.